യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നാം റോമ ലേഖനത്തിന്റെ പഠനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് വന്ദനം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ബൈബിൾ വിതിൻ ദ ബൈബിൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നറിയപ്പെടുന്ന റോമ ലേഖനത്തിന്റെ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്തുകൊണ്ട് അതിനെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയണം? റോമ ലേഖനത്തിലാണോ ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിലാണോ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എഴുതിയിരിക്കുന്നത്? എന്തുകൊണ്ട് പഴയ നിയമം അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ പറയുന്നില്ല? എന്തുകൊണ്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അതിന്റെ അടിസ്ഥാന പ്രമാണവും നമ്മൾ പറയുന്നില്ല? നാം എല്ലാവരും വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനിറ്റി അതിന്റെ സുവിശേഷം എന്ന് പറയുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളാണെന്നാണ്. നാമല്ല ഇന്നത്തെ ക്രിസ്തീയ ലോകം. എന്നാൽ അതാണ് നമ്മുടെ അടിസ്ഥാന സുവിശേഷം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണമായില്ല? എന്തുകൊണ്ട് പഴയ നിയമ പുസ്തകങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ, തോറ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ അത് എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണങ്ങളായില്ല? ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലോ ഓൾഡ് ടെസ്റ്റ്മെന്റിലോ അല്ല എന്നുള്ളതിന്റെ ഒരു പ്രഥമ ഉദാഹരണമാണ്. അതിന്റെ ഒരു അതിന്റെ ഒരു വ്യക്തമായ ആൻസർ ആണ് റോമ ലേഖനമാണ് ഇതിന്റെ അടിസ്ഥാന പ്രമാണം എന്നുള്ള വസ്തുത. റോമ ലേഖനത്തിലൂടെ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ ഇട്ട് ഒരു പുതിയ യുഗം പിറക്കുകയാണ്. ഇതൊന്നും ഇന്നൊരു യാഥാസ്ഥിക ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല, പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ലോകത്തിൽ വന്നു, അതോടെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു. ഇതിന്റെ മുൻപും പിൻപും ഒക്കെ എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനോ അറിയാനോ താല്പര്യവുമില്ല, അതൊന്നും അറിയേണ്ട ആവശ്യവുമില്ല. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന റോമ ലേഖനത്തെ പറയുന്നു. എന്തുകൊണ്ട് അങ്ങനായി? ബൈബിൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്റെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരുത്തർക്ക് പോലും അതിനൊരു സംശയം ഉണ്ടാകരുത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഒരേ ഒരു വിശ്വാസികളുടെ അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാത്രം കുത്തകയല്ല. ഈ പുസ്തകത്തിൽ 2 വിശ്വാസങ്ങളുണ്ട്. ഒന്ന് ജുഡായിസവും മറ്റത് ക്രിസ്ത്യാനിറ്റിയും. യഹൂദിയ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും, അത് രണ്ടും പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ഇത്. ഈ പുസ്തകത്തിനേക്കാൾ ഒരു സെന്റൻസ് പോലും ക്രിസ്ത്യാനിറ്റിയിൽ കൂടുതൽ ആവശ്യമില്ല, കുറവുമില്ല. അതേപോലെ തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരു ലൈൻ പോലും, ഒരു വേർഡ് പോലും യഹൂദിയ വിശ്വാസത്തിൽ കൂടുതലുമില്ല, കുറവുമില്ല. അർത്ഥാൽ ഈ പുസ്തകം യഹൂദിയ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന 2 പുസ്തകങ്ങളാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസവും യഹൂദിയ വിശ്വാസവും ഒരു വിശ്വാസമാണോ? അല്ല, അത് രണ്ട് വിശ്വാസമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡിവിഷൻ ഉണ്ട്. എവിടെ വെച്ചാണ് ക്രിസ്തീയ വിശ്വാസം മാറുന്നത് എന്നുള്ളൊരു ഡിവിഷൻ ഉണ്ട്. അതാണ് ഈ റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്നത്. എവിടെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് നമുക്ക് പഠിച്ചാൽ എവിടെ വെച്ച് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിൽ പറഞ്ഞിരിക്കുന്ന തോറായോ അല്ലെങ്കിൽ നെബീമോ കെത്തുബീമോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ തനാഖ് എന്ന് പറയുന്ന ഒരു യഹൂദിയ വിശുദ്ധ ഗ്രന്ഥം അത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പഴയ നിയമം മലാഖി വരെ, അതായത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിനേക്കാൾ ഒരു വേർഡ് പോലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടത്തില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് യഹൂദിയ വിശ്വാസം. എന്നാൽ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ ഒരു കാലമുണ്ട്. അതാണ് കർത്താവ് ലോകത്തിൽ വന്ന സമയം. ആ ലോകത്തിൽ വന്ന കാര്യങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ വന്നെങ്കിലും അവൻ സ്വന്തമായതിലേക്ക് വന്നുവെങ്കിലും സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അത് നമ്മുടെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പം. അവരുടെ ഇടയിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 പുസ്തകങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അവർ അതിനെ എഗ്രി ചെയ്തില്ല, അവരതിനെ അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല. അത് ഡിസ്പ്യൂട്ടായിട്ട് കിടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഡിസ്പ്യൂട്ട് ആണെങ്കിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്പ്യൂട്ടും ഇല്ലെന്ന് വളരെ ക്ലിയറാണ്. പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം മശിഹ ലോകത്തിലേക്ക് വന്നിരിക്കുക. അവരുടെ കണ്ണിൽ കുരുട്ടടിച്ചു പോയി, അവരത് മനസ്സിലാക്കിയില്ല, അവർ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നു എന്നുള്ളത് അവരുടെ പ്രോബ്ലമാണ്. അല്ലാതെ അവരെന്തെങ്കിലും ചെയ്ത അവർ കണ്ടുപിടിച്ച ഒരു പുതിയ കണ്ടുപിടുത്തമല്ല, അത് അവരുടെ മിസ്റ്റേക്കാണ്. ഇന്നും അത് അവരുടെ മിസ്റ്റേക്കായിട്ട് തുടരുക.
അതിനുശേഷം ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുക. ഞാൻ ഒരു സ്കെച്ച് ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് പെട്ടെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുമെന്ന് കരുതി ഞാൻ ഒരു സ്കെച്ച് ഒന്ന് കാണിക്കാം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കണം. കാര്യം റോമാലേഖന പഠനത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിലേക്ക് കയറുമ്പോൾ ഒരു പുതിയ യുഗപ്പിറവിയും ഒരു പുതിയ നീതീകരണ പദ്ധതിയും ഒക്കെ ഇതിലൂടെ പറയുക. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെച്ച് ആരംഭിച്ചോ എന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ പഴയ നിയമ പുസ്തകം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ കർത്താവിന്റെ ക്രൂശീകരണം നടക്കുക. ഇത് കർത്താവിന്റെ ക്രൂശീകരണം നടക്കുക. ഈ ക്രൂശിന് മുൻപും ക്രൂശിന് പിൻപും ഒക്കെയുള്ള രക്ഷാ പദ്ധതി എന്താണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഡിവിഷൻ എന്താണ്, രണ്ട് മതവിശ്വാസങ്ങൾ, രണ്ട് വിശ്വാസങ്ങൾ, യഹൂദിയ വിശ്വാസം ക്രിസ്തീയ വിശ്വാസം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ബൈബിൾ കയ്യിലിരിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോട്ട് ഇല്ലതാനും. അപ്പൊ ഇത് എവിടാണ് വിഭജിച്ചിരിക്കുന്നത്, രണ്ടു കൂട്ടരും എവിടാണ് ഡിവിഷൻ വന്നിരിക്കുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മള് കുരുങ്ങി മറിഞ്ഞ് പഴയ മറ്റേ വിശ്വാസത്തിലായി പോകും. ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയിരിക്കുന്ന പ്രോബ്ലം അതാണ്. ഇന്ന് ക്രിസ്ത്യാനി കംപ്ലീറ്റ് കുരുങ്ങി മറിഞ്ഞ് ഇറ്റാലിയൻ സ്പഗട്ടി കുരുങ്ങുന്ന മാതിരി. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം, കിച്ചടി ഇറ്റാലിയൻ സ്പഗട്ടി കുരുങ്ങി മറിയുന്ന മാതിരി കുരുങ്ങി ഒരു മനുഷ്യനാലും അഴിക്കാൻ പറ്റാത്ത രീതിയിൽ കുരുങ്ങി തിരിഞ്ഞ ഒരു വഴിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഉപദേശം എന്താണെന്ന് നമുക്കറിയാത്തത്. ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന സ്കെച്ച് നിങ്ങളെ ഒന്നൊന്ന് മനസ്സിലാക്കി തന്നത് ഞാൻ മുൻപോട്ട് പോകാം. ഇതാണ് ക്രൂശിലൂടെ ക്രൂശീകരണം നടക്കുന്നത് ഇവിടാണ്. അതിന് മുൻപ് നടക്കുന്നതാണ് ഈ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ ന്യായപ്രമാണ പ്രകാരമാണ് കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്. കർത്താവ് ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് വരിക. കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. കർത്താവിന്റെ ക്രൂശീകരണം നടന്നു. അതിനുശേഷവും കർത്താവ് അവരോട് കരുണ കാണിച്ചു. അവരോടൊന്നും കർത്താവ് ഒരു ഗ്രഡ്ജും വെച്ചിരുന്നില്ല. അതിനുശേഷവും മരണ പുനരുദ്ധാനത്തിന് ശേഷവും പിതാവെ ഇവരോട് ക്ഷമിക്കണമെന്ന് ക്രൂശിൽ വെച്ചും പ്രാർത്ഥിക്കുന്നത്. അവർക്ക് അറിയാത്തത് കൊണ്ട് അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞിരുന്ന പോലെ തന്നെ കറക്റ്റ് 50-ാം നാളിൽ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരിക, അവരെ അഭിഷേകം ചെയ്ത് അവരിൽ കൂടി ആ ഒരു സുവിശേഷം ആ ലോകത്തിൽ എത്തിക്കുവാനായിട്ടും മറ്റുള്ളവർ അതിൽ കൂടെ രക്ഷിക്കപ്പെടുവാനും ലോകത്തിലെ സകല ജാതികളും അവരിൽ കൂടെ രക്ഷിക്കപ്പെടുവാനുമായി കർത്താവ് സുവിശേഷത്തിനായിട്ട് അവരെ ഒരുക്കിയ. പക്ഷെ അവർ ഓരോ ദിവസവും അതിനെതിരായിട്ട് തിരിഞ്ഞ് പീഡനങ്ങൾ അഴിച്ചുവിടുകയും അപ്പോസ്തലന്മാരെ ജയിലിൽ അടയ്ക്കുകയും അവരെ എറിഞ്ഞു കൊല്ലുകയും കഴുത്തു വെട്ടി കൊല്ലുകയും അങ്ങനെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം ആരംഭിച്ച് പരിശുദ്ധാത്മാവിനെ പരിപൂർണമായിട്ട് എതിർക്കുകയും സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയൊക്കെ ചെയ്യുന്ന സമയമായപ്പോഴാണ് ദൈവം ആ പദ്ധതി അവിടെ ഹോൾഡ് ചെയ്യുന്നത്. അതിനുശേഷം പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിട്ട് സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു പദ്ധതി ആരംഭിക്കുക. അതാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇതാണ് സപ്പോസിറ്റ്ലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതായിരിക്കണമായിരുന്നു ക്രിസ്ത്യാനിറ്റി. പക്ഷെ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കത്തില്ല, ഇങ്ങനെ പോയേക്കാണ്. ക്രൂശിന് മുമ്പേ അങ്ങ് പോയി അഹർവനിലൊക്കെ ചെന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി. ഇതുകൊണ്ടാണ് റോമാലേഖനം ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ടറിനാണ് എന്ന് പറയുന്നതിന്റെ കാര്യം. ഇവിടാണ് റോമാലേഖനം എഴുതുന്നത്. ഫൗണ്ടേഷൻ ഇവിടെ ഇടുന്നത്. കാര്യം ഇവിടാണ് പദ്ധതി ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഗ്രേസ് പീരീഡ് ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ അധികം സമയം നിൽക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാന്നുള്ളത് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന്റെ അവസാനം റാപ്ചർ നടക്കും. എന്തിനാ ഈ റാപ്ചർ നടക്കുന്നത്? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ വസിക്കുവാൻ, എറ്റേണിറ്റി ഓഫ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ എറ്റേണലി ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്, എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ നമ്മൾ വസിക്കാനായിട്ട് പോവുക. കാര്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. In the beginning God created the heaven and the earth. ഇത് രണ്ട് പദ്ധതിയാണ്. ആ ഹെവനിൽ നാം വസിക്കാൻ പോവുക. ആ എർത്തിൽ വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതാണ് യഹൂദന്മാർ. അതാണ് എറ്റേണിറ്റി ഓഫ് ബ്രൈഡ് എന്ന് പറയുന്നത്. ഇതാണ് എറ്റേണിറ്റി ഓഫ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മളെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു പദ്ധതിയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് പോകും. നാം ഇവിടുന്ന് പോയ ശേഷം ഇവിടെ യഹൂദനെ വിട്ടുകളഞ്ഞ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി ദൈവം പുനരാരംഭിക്കും. ആ പുനരാരംഭിക്കുന്ന സമയമാണ് ട്രിബുലേഷനിൽ കൂടെ ആരംഭിക്കുന്നത്. അതിന്റെ അവസാനത്തിൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് രാജാവായിട്ട് അവരുടെ ഇടയിലേക്ക് വരും. 1000 ആണ്ട് അവരോടൊപ്പം വാഴും. അതിന്റെ അവസാനത്തിൽ സ്വർഗത്തിൽ മണവാട്ടിയെ പോലെ അലങ്കരിച്ചിരുന്ന ആ സ്വർഗീയ ഭവനം അത് സ്വർഗത്തിൽ നിന്നും പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ആ ഭൂമിയിൽ അത് ഇവിടെ ഉണ്ടാകുന്നത് അതിനെയാണ് പുത്തനാം യെരൂശലേം എന്ന് പറയുന്നത്. ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതിൽ 12 ഗോത്രങ്ങളും 12 ഗേറ്റും 12 മതിലും 12 രാജ്യങ്ങളും ഒക്കെ ആയിട്ട് 12 ഗോത്രങ്ങളുടെ പദ്ധതിയാണ്. അത് അവരിവിടെ വാഴും. അതാണ് അവരുടെ എറ്റേണിറ്റി എന്ന് പറയുന്നത്. അവരെന്നേക്കുമായിട്ട് ഇതിൽ വാഴും. ഇവിടെ ഞാൻ എന്തിനാ ഇത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിന്റെ വിഭജനം ഒന്ന് ക്ലിയർ ആയിരിക്കും. ഈ താഴെ ഞാൻ എഴുതിയിരിക്കുന്നുണ്ടോ, ഇവിടെ മുതൽ ജനസിസ്, ഉൽപ്പത്തി മുതൽ
അപ്പോസ്തല പ്രവൃത്തികൾ 9 8-ാം അധ്യായം ആക്ച്വലി ഇവിടെ വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതാണ് മുൻകാലം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള കാലം ആരംഭിക്കുന്ന ഇവിടുന്ന്. അതിനെയാണ് റോമാലേഖനം മുതൽ ഫിലമോനുള്ള എഴുതിയ ലേഖനം വരെ. അതുകൊണ്ട് ആ റോമാലേഖനം ഫണ്ടമെന്റൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അതിന്റെ ഫൗണ്ടേഷൻ ഇടുക, ഇവിടെ ഒരു പുതിയ യുഗം പിറക്കുകയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ യഹൂദന്മാരുടെ പദ്ധതിയുമായിട്ട് കയറി കുരുങ്ങി കുഴഞ്ഞിരിക്കുന്നത് ഞാൻ വിവരിക്കാം. ഇതാണ് റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ. അത് കഴിഞ്ഞാൽ റാപ്ചർ നടക്കും. റാപ്ചർ കഴിഞ്ഞിട്ട് പിന്നെ ഈ റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ വായിച്ചിട്ടോ അതിലെ കാര്യങ്ങൾ പാലിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല. അതിന്റെ ടൈം കഴിഞ്ഞു പോയി. കൃപായുഗത്തിന്റെ വാതിൽ അടഞ്ഞു. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. കർത്താവിന് കരുണ തോന്നി ആരംഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ റാപ്ചറിൽ നാം ഇവിടുന്ന് ചേർക്കപ്പെടും. ടെമ്പററി അല്ല. അവിടെ പോയിട്ട് യൂട്ടേൺ എടുത്ത് ഇങ്ങനെ തിരിച്ച് ഭൂമിയിലോട്ട് വരുന്ന പദ്ധതി അല്ല അത് എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ വാഴുവാനായിട്ട് കൂടാരമായി പൗനം അഴിഞ്ഞു പോകും. നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. നമുക്കൊരു അമർത്യമായ ശരീരം നമുക്ക് ലഭിക്കും. അതിനെ ധരിച്ചുകൊണ്ട് നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ കർത്താവിനോടൊപ്പം കർത്താവിന്റെ കൂട്ടവകാശികളായി സ്വർഗത്തിൽ അനുഗ്രഹീതമായ നാം ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ ഒന്നും പറ്റാത്ത നിലയിലുള്ള അനുഗ്രഹീതമായ അനുഭവത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരായി നാം സ്വർഗത്തിലായിരിക്കും. ഇതിനെയാണ് റോമാലേഖനം മുതൽ ഫിലമോൻ വരെ പറഞ്ഞിരിക്കുന്നത്. ഇവിടം പോയി കഴിയുമ്പോൾ ഇവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. ഇതിനെയാ പറയുന്നത് ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞ് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഇവിടുന്ന് തുടങ്ങും. അതാണ് വെളിപ്പാട് പുസ്തകം വരെ പറയുന്നത്. ഇതാണ് ഇതിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ സംഗതി നമുക്ക് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പഠിച്ചാലും കുരുങ്ങിത്തെറിഞ്ഞ് നമ്മൾ മത്തായി മർക്കോസിലെ സുവിശേഷവും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളും അങ്ങനെ ഇനി വരാനിരിക്കുന്ന കാര്യമില്ല. എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെ വരാനുള്ളത് അതൊക്കെ എടുത്ത് ഇപ്പോഴും അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് കുരുങ്ങിപ്പോയിരിക്കും. ഇതാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ അപജയം എന്ന് പറയുന്നത്. റോമാലേഖനം ഫൗണ്ടേഷണൽ ഡോക്ടർ എന്ന് എഴുതിയതാരാ? പോളാണ് എഴുതിയത്. ഇതിന്ന് ജനത്തിന് ആ റോമാലേഖനത്തിന്റെ പർപ്പസ് എന്താന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്ക് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് വേറൊരു ശക്തി പോരാടിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ മറന്നു പോകല്ല. ഏത് ശക്തിയാ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് പോരാടുന്നത്? അത് സാത്താന്യ ശക്തിയാണ്. അവനൊരു വലിയ തന്ത്രം ഇവിടെ പ്രയോഗിച്ചിരിക്കുക. അവന്റെ മന്ത്ര അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. അങ്ങനെ ഒരു തന്ത്രം അവരിവിടെ ഫലപ്രദമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നിത്യ വിശ്വാസ പ്രമാണത്തിലൂടെയും സഭാ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ കൂടെയും അതിന് അടിത്തറയിട്ടിരിക്കുകയാണ്. അതിനെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക. ഇന്ന് 99% ക്രിസ്തീയ വിശ്വാസവും ഈ നിത്യ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമാണ്. അതായത് നൈസിയൻ ക്രീഡ് എന്ന് പറയും. അതെല്ലാം സഭാ പിതാക്കന്മാരുടെ കാലം മുതൽ പല സിനഡുകൾ, ക്രിസ്തീയ കൗൺസിലുകൾ ചേർന്നിട്ട് അവരെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു മാർഗമാണ്. Let me just quickly show you what is a Nicene Creed. ഈ നിത്യ വിശ്വാസ പ്രമാണം കൂടി ഒന്ന് കാണിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നല്ല പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി, നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ക്രിസ്ത്യൻ ആയാലും ശരി, ഇതാണ് അവരുടെ വിശ്വാസ പ്രമാണം. ഞാനിപ്പോ ഈ കാണിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ ആണെങ്കിലും എല്ലാ ക്രിസ്തീയ സഭയുടെയും ഉപദേശം ഇതാണ്. ഒരു ചെറിയ മോഡിഫിക്കേഷൻ, സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഹിയർ ആൻഡ് ദെയർ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇതാണ്. ഇതിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം സൗകര്യം കിട്ടുമ്പോൾ. ഇവിടെ പറയുന്നത് വിശ്വാസ പ്രമാണം. ഒരു കത്തോലിക്ക സഹോദരനോടോ യാക്കോബായ, ഓർത്തഡോക്സ് അതുപോലുള്ള വിശ്വാസികളോടൊക്കെ ബൈബിളിൽ ഒരു വാക്യം ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. പക്ഷേ ഈ നിത്യ വിശ്വാസ പ്രമാണം ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും അവർ പറയും. അതുപോലെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അതിതാണ്: സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധ ആത്മാവിൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു. പൊന്തിയാസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇതാണ് വേറൊരു സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ?
വേറൊരു സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രക്ഷയ്ക്കുള്ള മാർഗം പറഞ്ഞിട്ടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒത്തിരി സമയം എടുക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്, നിക്കായ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ നിങ്ങൾ അറിവിന് വേണ്ടിയിട്ട് അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് പിതാവുണ്ടെന്നോ പുത്രനുണ്ടെന്നോ പരിശുദ്ധാത്മാവുണ്ടെന്നോ പുത്രൻ ലോകത്തിൽ വന്നെന്നോ ഇവിടെ ജനിച്ചു കന്യകാമറിയത്തിൽ ജഡം ധരിച്ചുവെന്നോ പീലാത്തോസിനാൽ ഇവിടെ ക്രൂശിക്കപ്പെട്ടുവെന്നോ മരിച്ചെന്നോ ഉയർത്തെന്നും തിരിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് കയറിപ്പോവെന്നും ഇനി വീണ്ടും നമ്മളെ വിധിക്കാൻ വരുമെന്നും ഈ ഒരു വിശ്വാസം കൊണ്ടും താങ്കൾക്ക് ഒരു ഗുണവുമില്ല, ഒരു രക്ഷയുമില്ല. വിശ്വസിക്കേണ്ട സംഗതി ഇതിനകത്തിലില്ല. അതിന്റെ ആ കറക്റ്റ് ഹാർട്ട്, ആ മെയിൻ സംഗതി ഇതിനകത്തിലില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സുവിശേഷം. അതില്ലാതെ എന്നാൽ നമുക്ക് യാതൊരു വിധത്തിലും സംശയം തോന്നാത്ത രീതിയിൽ കംപ്ലീറ്റ് ഏരിയകളും കവർ ചെയ്തേക്കുകയാണ്. പിതാവിനുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ക്രൂശുണ്ട്, ഉയർപ്പുണ്ട്, മരണമുണ്ട്, മടങ്ങിവരവുണ്ട്, ന്യായവിധിയുണ്ട്, എല്ലാ സംഗതി അതിനകത്ത് കവർ ചെയ്തിരിക്കുക. ഒരു യാഥാസ്ഥികൻ ഒരു വിധത്തിലും പിടികിട്ടത്തില്ല ഇതിൽ ഏതെങ്കിലും ഭാഗം മിസ്സിംഗ് ആണെന്നുള്ളത്. എന്നാൽ ഇതിനകത്ത് മെയിൻ അതിന്റെ കീ മിസ്സിങ്. ഞാൻ പറഞ്ഞൊരു ബെൻസ് കാർ മേടിച്ച് വീട്ടിലിട്ടിട്ട് കീ ഇല്ല, അതിലിങ്ങനെ കയറിയിരിക്കുകയും സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കുകയും അതിൽ ഓൺ അടിക്കുകയൊക്കെ ചെയ്യാന്നുള്ളതല്ലാതെ കീ ഇല്ല, വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല എന്ന് പറഞ്ഞ മാതിരി ഒരു പ്രമാണമായി. ഇതുമാതിരി ഒരു പ്രമാണമാണ് ലോകം മുഴുവനുള്ള 99% ക്രിസ്ത്യാനിറ്റിയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സുവിശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇവിടെ വന്നു എന്നുള്ളതല്ല സുവിശേഷം. യേശുക്രിസ്തുവിനെ എനിക്ക് അറിയാം എന്നുള്ളതല്ല സുവിശേഷം. താങ്കളെക്കാൾ വൃത്തിയായിട്ട് സാധാരണ അറിയാം യേശുക്രിസ്തുവിനെ. അതിനർത്ഥം അവൻ സ്വർഗത്തിൽ പോകുന്നല്ല. അതല്ല ഇവിടുത്തെ വിശ്വാസം. സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാപിയായിരുന്നു, എനിക്ക് യാതൊരു വിധത്തിലും പാപക്ഷമ കിട്ടാതെ വണ്ണം ഞാൻ പാപിയായി തള്ളപ്പെട്ട് കിടന്നിരുന്നു. എന്നെ വീണ്ടെടുക്കുവാനായിട്ട് യാതൊരു പദ്ധതിയും ഇല്ലായിരുന്നു. അങ്ങനെ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അതാ കർത്താവ് യേശു ക്രിസ്തു. എന്റെ പാപം തന്റെ തോളിലേറ്റി എനിക്ക് പകരം കർത്താവ് കാൽവറി ക്രൂശിലേറി ഒരു പരമയാഗം, ഒരു മറുവില യാഗം, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നടത്തിയിരിക്കുക. ആ കർത്താവിന്റെ യാഗത്തിലെ വിശ്വാസത്താൽ എന്റെ പാപങ്ങൾ കഴുകിപ്പോയിരിക്കുന്നു. അതാ സുവിശേഷം. അതിതിലില്ല. കർത്താവ് വന്നു എന്നോ പോയി എന്നോ മരിച്ചു എന്നോ ജനിച്ചു എന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. അതെല്ലാം നമ്മുടെ കണ്ണിൽ പൊടിയിട്ടേക്കുക. സത്യ സുവിശേഷത്തെ മറച്ചിരിക്കുക. ഇതിവർ മാത്രമല്ല, എനിക്ക് അവരോട് ഒരു വിരോധം ഉണ്ടായിട്ടില്ല. ഞാൻ ക്രിസ്തീയ ഗ്രൂപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കത്തോലിക്ക ഗ്രൂപ്പ്. കാര്യം ഡീസന്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ അധികം എന്താ പറയുന്നത് തിരിച്ചുമറികളില്ലാത്ത ഗ്രൂപ്പ്. എനിക്ക് അവരെ പ്രത്യേകിച്ച് സ്നേഹമാണ്. ഞാൻ അവരോട് എതിരുണ്ടായിട്ടല്ല, ഇത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുക. ഇവിടെ ഇതാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. എന്നാൽ ഇതല്ല ക്രിസ്തീയ വിശ്വാസം. ഇവിടെ മുമ്പേ ഗമിക്കുന്ന ഗോവുതന്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ മാതിരി മുമ്പേ പോയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ പുറകെ വെച്ച് പിടിച്ചിരിക്കുക. 1500 വർഷത്തോളം നമ്മുടെ നാട്ടിൽ തീരുമാനം പറയാൻ യാതൊരു റൈറ്റും നമുക്കില്ലായിരുന്നു. നമുക്ക് ഇതെനിക്ക് ഇഷ്ടമല്ല, ഇത് ശരിയല്ല, ഇത് ഞാൻ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ കുഴപ്പമില്ല, കഴുത്തിൽ തല കാണത്തില്ല, അത്രേ ഉള്ളൂ. അതായിരുന്നു സിറ്റുവേഷൻ. ഒരു ഇരുണ്ട യുഗം, ദ ഏജ് ഓഫ് ഡാർക്ക്നെസ്സിൽ കൂടി കടന്നുപോയി. അന്ന് ആ പുസ്തകം വായിച്ച് കാര്യങ്ങൾ മനസ്സിലായ ഒരു അച്ഛനാണ് ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പ്രൊട്ടസ്റ്റന്റ് സഭ ആരംഭിക്കുന്നത്. ഇതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് സഭ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ക്രിസ്തീയ വിശ്വാസം ഇന്ന് എന്താണ് ജനത്തിന് അറിയാത്തത് കൊണ്ടാണ് മാനസാന്തരം, ജലസ്നാനം, മറ്റു കൂദാശകൾ, കുംഭസാരം, കുർബാന, ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ ക്രിസ്ത്യാനിറ്റി അധിഷ്ഠിതമായിരിക്കുന്നു. ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് കുലബന്ധം പോലും ആക്ച്വലി ഉള്ള കാര്യങ്ങളല്ല. ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എവിടുന്ന് വന്നിരിക്കുന്നു, കഴിഞ്ഞ 2000 വർഷമായിട്ട് നമ്മൾ പഠിപ്പിച്ച ബൈബിളും നമ്മൾ പഠിച്ച ഉപദേശവുമുണ്ട്, ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇദ്ദേഹം എവിടുന്ന് ആരോ പാരച്ചൂട്ടിൽ ഇറക്കി മാതിരി ഉണ്ടല്ലോ എന്ന് ഒക്കെ ആൾക്കാർ അഭിപ്രായം പറയും. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന ഉപദേശം നമ്മളെ പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനസാന്തരത്തിലും ജലസ്നാനത്തിലും മറ്റു കൂദാശകളിലും ഒക്കെ അധിഷ്ഠിതമായിരിക്കുക. കാരണം പോളിൽ കൂടെ വെളിപ്പെടുത്തി കിട്ടിയ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് ജനം അറിയാതെ സാത്താൻ ആ ക്രൂശിനെ മറച്ചിരിക്കുക. അറിഞ്ഞിരുന്നുവെങ്കിൽ ക്രൂശ് നിറവേറാൻ അനുവദിക്കത്തില്ലായിരുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഞാൻ ഒത്തിരി റെഫറൻസുകൾ കാണിക്കുന്നില്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-8 വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ക്രൂശ് അറിഞ്ഞിരുന്നുവെങ്കിൽ, ക്രൂശിന്റെ മഹത്വം എന്താണ്, ക്രൂശിൽ കൂടെ ആക്ച്വലി നിറവേറാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സാധാരണ ക്രൂശ് നിറവേറാൻ അനുവദിക്കത്തില്ലായിരുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക.
എന്റെ അഭിപ്രായമല്ല, തിരുവചനം എൻ ടു എൻഡ് അറിയാവുന്ന ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അതിൽ നമ്മളോട് പറയുക ദൈവവചനമാണ്. അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി എന്ന് പറയുക. എന്നാൽ ഇപ്പം അറിയാതെ പോയി, ഇനി എന്ത് ചെയ്യും? സംഗതി നടന്നുപോയി, ക്രൂശ് നടന്നുപോയി. ഇന്നും സാത്താൻ ഖേദിക്കുന്ന, ഹി സ്റ്റിൽ റിഗ്രറ്റ്സ് അബൌട്ട് ദ ക്രോസ്. അങ്ങനെ ചെയ്യരുതായിരുന്നു. അവന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ്. ഇന്നും അവൻ അതിനെ ഓർത്ത് ദുഃഖിച്ച് ഇതായിക്കൊണ്ടിരിക്കുക. കാര്യം അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയൊരു പാരയായിട്ട് മാറും എന്നുള്ളതാണ്. കാര്യം കർത്താവിന്റെ ക്രൂശിൽ കൂടെ അവന്റെ സകല എന്താ പറയുക, അവന്റെ അധീനതയിൽ അവൻ മനുഷ്യനെ വഞ്ചിച്ച് അവന്റെ അധീനതയിലാക്കിയിരുന്ന എല്ലാ സംഗതികളും തിരിച്ചു വാങ്ങിയിരിക്കുക, റിഡീം ചെയ്തിരിക്കുക, വീണ്ടെടുത്തിരിക്കുക. തിരിച്ച് അവന്റെ സ്ഥാനം തന്നെ അവിടുന്ന് പോയിരിക്കുക. അവന്റെ കൗണ്ട് ഡൗൺ അന്ന് മുതൽ ആരംഭിച്ചിരിക്കുക. അവനെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുക. അവൻ ഏറ്റവും പറ്റിയ അപജയമായി ക്രൂശ് എന്ന് പറയുന്നത്. അതവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ്. കർത്താവിനെ ക്രൂശിക്കുന്ന പദ്ധതി അവൻ സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം ഇത്ര വലിയൊരു സംഗതി ഇതിലൂടെ തുറക്കാൻ പോകുന്നതെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇനി നടന്നുപോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവനിപ്പം ഹിസ്റ്ററി തിരുത്താൻ പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതിന് എന്ത് തന്ത്രം ചെയ്യുവാനും സാത്താൻ എന്താ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കാന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അവന് പറ്റിയ ഒരു അബദ്ധം അവൻ അറിയാവുന്നതുകൊണ്ട് രണ്ടാമതൊരു അബദ്ധം പറ്റാൻ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും അവൻ വളരെ ജാഗരൂകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രൂശിനെ മറയ്ക്കണം. ആ ക്രൂശ് ജനം അറിയില്ല. ക്രൂശിൽ കൂടെ ഇന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറയുന്ന ദൈവിക പദ്ധതി ആരംഭിച്ചിരിക്കുക. അതിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുക. അതുണ്ടാകാതിരിക്കാൻ ക്രൂശിനെ മറയ്ക്കാൻ നോക്കി. അതിനെതിരായിട്ട് വിശ്വസിക്കുന്നവരെ ഓടിച്ചിട്ട് എന്താ പറയുന്നത്, പേപ്പട്ടിയെ കൊല്ലുന്ന മാതിരി അടിച്ചു കൊല്ലുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് വിശ്വസിക്കാതിരിക്കുവാൻ അവൻ ഒത്തിരി തന്ത്രങ്ങൾ നടത്തി നോക്കി. അത് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്താ പറയുന്നത്, ഈ പുറകോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് തള്ളുക എന്ന് പറയുമല്ലോ, ആ ഒരു തന്ത്രമാണ് അവൻ ഇറക്കിയിരിക്കുന്നത്. ഈ ക്രൂശ് ജനം അറിയരുതെന്ന് വിചാരിച്ച് അവൻ ആകുന്ന നോക്കി. എന്നാൽ അത് നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ക്രൂശ് മുന്നോട്ട് തള്ളിയിരിക്കുക, ജനത്തെ അല്ലെങ്കിൽ ഈ ഉപദേശത്തെ മുന്നോട്ട് തള്ളിയിരിക്കുക. അതാണ് ഇന്ന് ക്രൂശ് വാർത്ത് പള്ളിയുടെ പടിക്കലും ഒരെണ്ണം പള്ളിയുടെ മേളിലും ഒരു 5-6 പള്ളിക്കകത്തും പല കളറിലും പല വലിപ്പത്തിലും ഒക്കെ ഓരോരുത്തർക്കും വേണ്ടുന്ന രീതിയിൽ അതിനെ ചെയ്തു കൊടുത്തിരിക്കുക. ഒരു പള്ളിയിലോട്ട് കയറുന്നതിന് ഒരു 1/2 കിലോമീറ്റർ മുമ്പിലെ ഒരു വലിയ ക്രൂശിന്റെ തൊട്ടി കാണും. അവിടെ മുതലേ കുരിശ് ആരംഭിക്കുക. അടുത്തോട്ട് അടുക്കുമ്പോഴത്തേന് പള്ളിയുടെ മേലെ ഭയങ്കര ഒരു ക്രൂശ് കാണും, അകത്ത് വേറെ ക്രൂശ്. ഈ സംഗതി ഇവിടെ ഇല്ല എന്നാരും പറയല്ല. മുന്നോട്ട് തള്ളിയിരിക്കുക. എല്ലാ നിലയിലും ക്രൂശിനെ കുറിച്ച് യാതൊരു സംശയവും വരാത്ത രീതിയിൽ ക്രൂശ് ഇതിനകത്തിൽ കയറ്റിയിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ കഴുത്താൽ കെട്ടിയിടാനും ഉള്ള ഒരു അനുവാദം കൊടുത്തിരിക്കുക. എല്ലാവരുടെ മാലയിൽ ഓരോ ക്രൂശ് കിടന്നോട്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലൊരു സംശയം ഉണ്ടാകില്ല. അതുമാതിരി ആക്കിയിരിക്കും. ഇത് ശരിക്കും ഒരു ഗ്ലോറിഫൈഡ് ഡമ്മി ആക്കി മാറ്റിയിരിക്കുക. യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല. പക്ഷെ ഒരുത്തന് ഈ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല. ക്രൂശിലൂടെ ആക്ച്വലി എന്താ നടന്നതെന്ന് അറിയത്തില്ല. ഒരിക്കൽ പോലും ആ പള്ളിയിലെ ഈ ക്രൂശിനെ കുറിച്ച്, അതിന്റെ മഹത്വം, അതുകൂടെ നടന്ന രക്ഷണ പ്രവൃത്തി എന്താന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ആ പള്ളിയിൽ ഇത് മുഴങ്ങി കേട്ടിട്ടില്ല. പക്ഷെ തൊടുന്നിടത്തും പിടിക്കുന്നിടത്തും എല്ലാം ഭയങ്കര എടുത്ത പൊങ്ങാത്ത ക്രൂശ് വെച്ചിരിക്കുക. ഇതാണ് സാത്താൻ ചെയ്തിരിക്കുന്ന തന്ത്രം. ഈ ക്രൂശിന്റെ മഹത്വം മറ്റു കൂദാശകൾ കവർന്നിരിക്കുക. പ്രധാനമായിട്ടും ജലസ്നാനം, രണ്ടാമത് കുംഭസാരം, പിന്നെ കുർബാന, ഇതുപോലുള്ള കൂദാശകൾ മുഴുവനും കൂടെ ഈ ക്രൂശിന്റെ മഹത്വം കവർന്നിരിക്കുക. ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ ക്രൂശ് ശരിക്കും ചവിട്ടി ഓടിച്ച് മടക്കി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇല്ലെന്നാരും പറയരുത്, അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ക്രൂശിനെ ഒതുക്കിയിരിക്കുക ക്രിസ്ത്യാനിറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം ജലസ്നാനത്തെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തു. നിങ്ങളത് നോക്കിയാൽ കാണാം. കമന്റുകൾ മാത്രം ഇച്ചിരി മുമ്പ് ഞാൻ നോക്കിയ ഏകദേശം 360 കമന്റുകൾ മാത്രം വന്നിട്ടുണ്ട്. സാധാരണ ഒരു 10-35 കമന്റ് അല്ലെങ്കിൽ 50 കമന്റ് വരുന്നത് നമ്മൾ എന്ത് വലിയ വിഷയം ഇട്ടെന്ന് പറഞ്ഞാലും. ഇത് 360 കമന്റുകൾ മാത്രം വന്നിരിക്കുക. ഞാനിപ്പോ അതിന് മറുപടി കൊടുക്കുന്നതേ വിട്ടു. കാര്യം ഒരുത്തന് എന്താ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു സെൻസ് ഇല്ല. ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലില്ല അത് പരന്നതാ, ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടുന്ന് ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ കാര്യം അറിയാതുള്ള ആർഗ്യുമെന്റുകളാണ് നടക്കുന്നത്. പലരും ചോദിക്കുന്നത് ഞാനൊരു പൊട്ടനാണെന്നാ ചോദിക്കുന്നത്. ഇത്രയും ബൈബിളിൽ എഴുതിയിട്ട് ഈ കാര്യം ഇയാൾക്ക് അറിയത്തില്ല എന്നാ ചോദിക്കുന്നത്. ഇവൻ ബൈബിൾ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ഞാനിത് വായിച്ചിട്ടുണ്ടെന്ന് അവൻ അറിയത്തില്ല. പ്രത്യേകിച്ച് ആ ഭാഗങ്ങള് തിരിച്ചും മറിച്ചും തിരിച്ചും
മണിക്കൂറുകൾ വായിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാതാണ് ഈ കമന്റ് എടുത്ത്. ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? അങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ആധികാരികമായിട്ട് അതിനെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമായി പറയുന്നത്. ഈ ലോകത്തിന്റെ ദൈവം ജനത്തിന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുക. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്കറിയാം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് റോമാലേഖനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം. ഓക്കെ, ഞാൻ റെഫറൻസ് എടുത്തിട്ടില്ല, സോറി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സോറി, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 2 കൊരിന്ത്യർക്ക് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ കാണാം. അവിടെ പറയുന്നത് ഈ ക്രൂശിന്റെ മഹത്വം സാത്താൻ എങ്ങനെ മറച്ചിരിക്കുന്നു, കവർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-4 എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണ്. അവന്റെ അധീനതയിൽ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി എന്ന് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്ന ജനത്തിന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുക. ഈ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് അറിയാതിരിക്കാൻ ജനത്തിന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുക. അതുകൊണ്ട് ആ സത്യം മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പ്രാരംഭമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഒരു ബേസിക്സ് ക്ലിയർ ആയി പോകുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മുതൽ നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം ആരംഭിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വാക്യം വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഒന്നെങ്കിലും എവിടെ വരെ പോകാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടൊന്ന് വായിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എന്നോട് കൂടെ വരണം, ഇതിൽ ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുവിന്റെ ദാസനുമായ പൗലോസ്, റോമായിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന് കൃപയും അപ്പസ്തലത്വവും പ്രാപിച്ചത്. എനിക്ക് തോന്നുന്നത് ഞാൻ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ജഡം സംബന്ധിച്ച ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന് കൃപയും അപ്പസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരുന്നു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ ഇവിടെ ഒന്ന് നിർത്തുകയാണ്. 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളാണ് വായിച്ചത്. അത് ഇന്നത്തെ ദിവസം തുടർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഒന്നുകൂടെ നിങ്ങളെ അതിന്റെ ആ ഒരു ഓർഡർ ഒന്ന് ഓർപ്പിക്കാം. 1 മുതൽ 17 വരെ ഈ അധ്യായത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനാണ്. ഈ റോമാലേഖനത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രോയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ 1 മുതൽ 17 വരെ. 1-ാം അധ്യായം
അതിന്റെ 18 മുതൽ 2-ാം അധ്യായം 16 വരെ ലോകത്തിലുള്ള സകല ജാതികളുടെയും, അതായത് പാപികളായ സകല ജാതികളും പാപികളാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ധരിപ്പിക്കുകയാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. 1:18 മുതൽ 2:16 വരെ ജാതികളായിട്ടുള്ള സകലരും പാപികളാണ് എന്ന് പറയുക. 2-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വരെ സകല യഹൂദന്മാരും പാപികളാണെന്ന് പറയുക. അതായത് യഹൂദനും ജാതികളും, ആ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ. ജാതികൾ എന്ന് പറയുമ്പോൾ യഹൂദനല്ലാത്ത എല്ലാവരും ജാതികളാണ്. ചുരുക്കി പറഞ്ഞാൽ യഹൂദനും പാപിയാണ്, ജാതികളും പാപികളാണ് എന്ന് പൗലോസ് അവിടെ പറഞ്ഞ് സമർത്ഥിച്ച് അവരെ മനസ്സിലാക്കിയ. 3-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് പറയുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. 3-ന്റെ 10-ാം വാക്യം നോക്കിയാൽ കാണാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതായത് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെ ഈ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞ് 18 മുതൽ 2-16 വരെ സകല ജാതികളും പാപികളാണ്. 2-17 മുതൽ 3-20 വരെ സകല യഹൂദന്മാരും പാപികളാണ്. 3-21 മുതൽ 5-11 വരെ എങ്ങനെ ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നു. ഇവരെല്ലാവരും പാപികളാണെങ്കിൽ ഇവരെ നീതീകരിക്കണമല്ലോ. അവരെ എങ്ങനെ നീതീകരിക്കുന്നു? 5-11 വരെ നീതീകരണം. ഇവരെ എങ്ങനെയാണ് നീതീകരിക്കുന്നത്? ഈ നീതീകരണം എന്ന് പറയുന്നത് പോൾ റോമാലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഒരു ഭാഷ, ഒരു ലാംഗ്വേജ്. കാര്യം ഇതൊരു ഇച്ചിരി കോടതി ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്, കോർട്ട് ലാംഗ്വേജ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ നീതീകരണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റിഫിക്കേഷൻ. ഈ നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ അർത്ഥം സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ, ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള അതിന്റെ അർത്ഥം. നീതീകരണം എന്ന് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾ അതിനൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ചിന്തിക്കേണ്ട. അതിനെ രക്ഷിക്കപ്പെടുക, രക്ഷ ലഭിക്കുക, ഒരുവന് നീതീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുത്തൻ രക്ഷിക്കപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. 3-21 മുതൽ 5-11 വരെ എങ്ങനെ രക്ഷ അയച്ചിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നീതീകരണം നടക്കുന്നു. 5-12 മുതൽ 8-ാം അധ്യായം അവസാനത്തെ വാക്യം വരെ 8-39 വരെ എങ്ങനെ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുക. 8-ാമത്തെ അധ്യായം വരെ 1 മുതൽ 8 വരെയാണ് എല്ലാവരും പാപികളാണ്. പിന്നെ ആ പാപത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് നീതീകരണം പ്രാപിക്കാം, നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും എന്നാണ് ഈ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്നത്. 1-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് തുടങ്ങാം. അവിടെ പറയുകയാണ്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. മടങ്ങി വരാം. ഇവിടെ തുടങ്ങുന്ന വാക്ക് തന്നെ ഇവിടെ നമുക്ക് മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. മലയാളം ബൈബിൾ അല്ല, സോറി, ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കി അവിടെ തുടങ്ങുകയാണ്, പോൾ, എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, called to be an apostle, separated unto the gospel of God. ഇവിടെ തുടങ്ങുന്ന വാക്കുണ്ട് പോൾ എന്നാണ്. പോൾ. ഇംഗ്ലീഷ് ബൈബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്നാണ് മലയാളം ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇംഗ്ലീഷ് KJV ബൈബിളാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ KJV ബൈബിൾ എന്ന് പറയുന്നത് 1604 പ്രസിദ്ധീകരിച്ച ബൈബിളാണ്. ഏകദേശം 400 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പായിട്ട് പ്രസിദ്ധീകരിച്ച ബൈബിള്. ഈ ബൈബിള് വായിച്ചാണ് ലോകം ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പുസ്തകം 1604 പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം വന്ന് ബൈബിൾ എല്ലാവർക്കും വായിക്കുവാനുള്ള അധികാരം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇറങ്ങുന്ന ബൈബിള്, എല്ലാവർക്കും സുലഭമായിട്ട് ലഭിച്ച ബൈബിൾ. ഇതാണ് KJV, കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ. അതാണ് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള, ഇന്ന് നിലവിലുള്ളതിലെ ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ബൈബിൾ ഈ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ. അതിൽ തുടങ്ങുന്നത് പോൾ, എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞ സെർവന്റ്, കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞു തുടങ്ങിയാണ് പോൾ. ഇവിടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കണ്ടില്ലേ, ആദ്യത്തെ വാക്ക് കണ്ടില്ലേ, പോൾ എന്നാണ്. പോൾ. അടുത്ത 13 ലേഖനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, റോമാലേഖനം, അത് കഴിഞ്ഞ് വരുന്ന കൊരിന്ത്യ ലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം, എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ എടുത്തു നോക്കി. അതിന്റെ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതെല്ലാം തുടങ്ങുന്നത് പോൾ 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 എന്ന് പറഞ്ഞിട്ട്.
എന്തുകൊണ്ടാണ് ഇത് പോളിനെ ഏൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് പോൾ പോൾ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടത്? പന്തിരുവർ എവിടാണ്? പന്തിരുവർക്ക് എന്ത് പറ്റി? അപ്പോസ്തലന്മാർ എന്ത് ചെയ്യും? എവിടെ പോയി? എന്തുകൊണ്ടാണ് ഇത് പോൾ 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 പോൾ? 13 ലേഖനം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ കൂടി ഇത് എങ്ങനെ റോമിൽ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കി. റോമിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന അടുത്ത 13 ലേഖനങ്ങളിൽ പോൾ പോൾ എന്ന് മാത്രമാണ് കാണുന്നത്. ഈ 12 എവിടെ പോയി? പത്രോസ് എവിടെ? യോഹന്നാൻ എവിടെ? യാക്കോബ് എവിടെ? തോമസ് എവിടെ? ഈ അന്ത്രയോസ് എവിടെ? ഇവരെല്ലാം എവിടെ പോയി? അവരുടെ പേരിലല്ല ഈ പുസ്തകങ്ങൾ എഴുതപ്പെടേണ്ടുന്നത്. അവരല്ലേ 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിച്ചത് അവർക്കല്ലേ? അവരെ അല്ലേ അപ്പസ്തോലത്തിന് ലഭിച്ച അപ്പസ്തോലന്മാരെന്ന് അറിയപ്പെടുന്നത്? അവർക്കല്ലേ കർത്താവ് പേഴ്സണലായിട്ട് ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം കൊടുത്തു? അവരെ ലോകത്തിലുള്ള എല്ലാ ജാതികളെയും രക്ഷിക്കാൻ അയച്ചു എന്ന് നിങ്ങൾ പറയുന്നത്. അവരെവിടെ പോയി? ഇവിടെ അവരുടെ പേരല്ലേ വരേണ്ടത്? പോളിന് പകരം പത്രോസ് എഴുതിയ ലേഖനം എന്നല്ലേ വരണ്ടേ? അല്ലെങ്കിൽ യാക്കോബ് എഴുതിയ ലേഖനം, അന്ത്രയോസ് എഴുതിയ ലേഖനം, തോമാസ് എഴുതിയ ലേഖനം എന്നല്ലേ വരണ്ടേ? ഈ 13 ലേഖനങ്ങൾ കണ്ടില്ലയോ? ഈ 13 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. പോളിന് എന്ത് യോഗ്യതയാണ് ബൈബിളിൽ ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ടറിന് എഴുതാൻ പോൾ എന്ത് പഠിപ്പിച്ചു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? കർത്താവിനെ കണ്ടിട്ട് കൂടില്ല, കർത്താവിന്റെ കൂടെ നടന്നിട്ടില്ല. 12 പേര് തലേ പുലിന്ന് ഇവിടെ നിൽക്കുക. കർത്താവിന്റെ കൂടെ യോഹന്നാന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടത്തിൽ കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിന്റെ കൈവപ്പ് ലഭിച്ച, അനുഗ്രഹം ലഭിച്ച, പരിശുദ്ധാത്മാവിനെ ഊതി അവർക്ക് കൊടുത്ത് അതിനുശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച 12 അപ്പോസ്തലന്മാര് നല്ല നല്ല ആരോഗ്യത്തോടുകൂടി ഇവിടെ നിൽക്കുമ്പോഴാണ് പോൾ ഈ 13 ലേഖനം എഴുതുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനെ പോളിനെ കൊണ്ട് പോൾ ഇത് എഴുതിയിരിക്കുകയാണ്. ഘനഗംഭീരമായ ഈടുറ്റ ദൈവശാസ്ത്രം വിവരിക്കുന്ന 13 ലേഖനങ്ങൾ. ഇതാരായിരുന്നു എഴുതേണ്ടത്? ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. 9 സഭാ ലേഖനങ്ങൾ, 7 സഭകളാണുള്ളത്. അതിന് 9 ലേഖനങ്ങൾ എഴുതി. സഭാ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ ആ സഭയ്ക്കുള്ള ദൂതാണ് അവരെങ്ങനെ ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. 4 ഇടയ ലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്, ഇത് എഴുതി കൊടുത്തിരിക്കുക. ഇവിടെ റോമാ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നത് അവർ 12 പേര് പഠിപ്പിച്ച ഉപദേശമേ അല്ല. പ്രത്യുത കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു അപ്പോസ്തലനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയ യുഗം ആരംഭിക്കുക, ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിക്കുക, പുതിയൊരു കാലയളവ്, ഒരു ഡിസ്പെൻസേഷൻ ആരംഭിക്കുക. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ, ഇനി കർത്താവിന് അങ്ങനെ ഒരു പുതിയ യുഗം ഇവിടെ ആരംഭിക്കാൻ ഒരു പ്ലാൻ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ 12 ഒരാളെ വിളിച്ചില്ല? അവരെ കൂടെ കൊണ്ടുനടന്ന് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നല്ലേ? അവരെ എന്തുകൊണ്ട് വിളിച്ച് അവരെ ഏൽപ്പിച്ചില്ല? കാരണം ഈ 12 എന്ന് പറയുന്നത് 12 ഗോത്രത്തിന്റെ കണക്കാണ്. അവർ നിത്യതയിലും 12 ഗോത്രത്തിന്റെ അതിന്റെ സിംഹാസനത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കുകയും അവരുടെ പേരിൽ 12 നഗരത്തിലും അവരുടെ പേരിൽ ഭയങ്കര ആകാശം മുട്ടുന്ന എന്താ പറയുന്നത് ഭയങ്കര തൂണുകൾ, അതിൽ ഓരോരുത്തരുടെയും 12 പേരുടെയും പേരൊക്കെ ആലേഖനം ചെയ്തിരിക്കുക. അതൊരു തനി പദ്ധതി. അതിൽ നിന്ന് 2 പേരെ ഇങ്ങോട്ട് കടമെടുക്കാൻ പറ്റത്തില്ല. അവരുടെ പദ്ധതി വേറെയാ, അവർ പറയുന്ന സുവിശേഷം വേറെയാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് അവരെ ഓരോരുത്തരെ ബോധിച്ചവർ നമ്മൾ എടുത്തിട്ട് അവരുടെ എല്ലാം പേര് പള്ളി പണിതിരിക്കുക. സെയിന്റ് പീറ്റേഴ്സ് എന്നും സെയിന്റ് തോമസ് എന്നും സെയിന്റ് ജോൺസ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്. സത്യം അതല്ല. ഇവിടെ ക്രിസ്ത്യാനിറ്റി അവരെ ആരംഭിച്ചിട്ടില്ല, അവർ ഇവിടൊന്നും എഴുതിയിട്ടില്ല. അവർ ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. അവരുടെ വിളി എന്ന് പറയുന്നത് ഭൂമിയെ വീണ്ടെടുത്ത് ഭൂമിയിലേക്ക് മണവാട്ടിയെ പോലെ അലങ്കരിച്ചൊരു സ്വർഗീയ ഭവനം ഇറങ്ങി വരും, പൊതുവാന ഭൂമി. ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിച്ചു നോക്കണം. അവർ പുതുവാന ഭൂമി ആരംഭിക്കുക. അതിൽ സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച ആ സ്വർഗീയ ഭവനം, കർത്താവ് പറഞ്ഞ ആ ഭവനമാണ്. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു, ഒരിക്കൽ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. ഓഫ്കോഴ്സ് ആ ഭവനം അവർക്ക് വേണ്ടി ഇറങ്ങി വരിക. ഈ ഭവനത്തിന് വേണ്ടിയിട്ട് അബ്രഹാം മുതൽ കാത്തിരുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഭവനത്തിന് വേണ്ടി അവർ കാത്തിരുന്നുകൊണ്ട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കാത്തിരുന്നു. അവരുടെ പദ്ധതിയാണ്. അതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട്. ഇവിടെ 12 ഒരുത്തരം വിളിക്കാൻ പറ്റത്തില്ല, അവരുടെ പദ്ധതിയല്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ബോക്സ് വേറൊരാളെ വിളിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഈ പോൾ ആണ് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നതെന്ന് ക്രിസ്ത്യാനികളല്ലാത്ത ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം.
ക്രിസ്ത്യാനിറ്റി നമുക്ക് ഇത് അറിയാൻ വയ്യാത്തത് കാര്യം നമ്മുടെ കംപ്ലീറ്റ് വിശ്വാസത്തിൽ നമ്മളെ കുരുക്കിയിരിക്കുക. അത് കാരണം നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. സൺഡേ സ്കൂൾ മുതലേ കാറ്റക്കിസം മുതലേ തെറ്റായിട്ട് പഠിപ്പിച്ചു വെച്ചേക്കുന്ന കാരണം നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോളിനെ ആരാണ് വിളിച്ചത്? വളരെ വ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത് കർത്താവ്. കർത്താവ് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്ന ഒരു ഭാഗം ഞാൻ പെട്ടെന്ന് കാണിച്ച് വരാം. പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്ന റോമാലേഖനം അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായം ഞാൻ ഇത് പല പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളൂ. എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുക, നീ എന്നെ കണ്ടതിനും കർത്താവ് ഞാൻ പോയ പോലെ സ്വർഗത്തിലേക്ക് പോകുന്നു, ഞാൻ പോകുന്നത് പോലെ വീണ്ടും വരും, കർത്താവ് നിങ്ങൾ കാത്തിരിപ്പീൻ എന്ന് പറഞ്ഞ് പോയ കർത്താവ് ആ വീണ്ടും വരവ്, രണ്ടാമത്തെ വരവ്, രാജാതിരാജാവായിട്ട് വരുന്നതിന് മുൻപായിട്ട് കർത്താവ് വീണ്ടും വന്നിരിക്കുക, പൗലോസിന്റെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുക. പൗലോസിനെ ദമസ്കോസിൽ വെച്ച് പ്രത്യക്ഷനായിട്ട് പൗലോസിനോട് പറയുക, എങ്കിലും എഴുന്നേറ്റ് നിൽക്കുക, നീ എന്നെ കണ്ടതിന് ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിന് നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവ് പൗലോസ് അപ്പോസ്തലനെ ശുശ്രൂഷകനും കർത്താവിന്റെ സാക്ഷിയുമായിട്ട് നിയമിക്കുവാൻ കർത്താവ് പ്രത്യക്ഷനായിരിക്കുക. കർത്താവ് ഡയറക്ട്ലി അപ്പോയിന്റ് ചെയ്യുക. ആ അപ്പോയിന്റ്മെന്റ് ഈ പറയുന്നത്. തന്റെ ശുശ്രൂഷ കഴിയുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 20:24 പറയുക, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടത് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ആരാ പോളിനെ അപ്പോസ്തലനാക്കിയത്? ഒരുത്തരും വട്ടമേശയിൽ ഇരുന്ന് കൂടി കൗൺസിലിൽ കൂടി തീരുമാനിച്ചവൻ വിശുദ്ധൻ പൗലോസ് അപ്പോസ്തലൻ പൗൽ അപ്പോസ്തലനായിട്ട് നിയമിക്കുകയല്ല, കർത്താവ് നിയമിക്കുക. ആ നിയമിച്ചിരിക്കുന്ന ഒരു വലിയ പർപ്പസ്, ഒരു വലിയ നിയോഗം, ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് പൗലോസ് അപ്പോസ്തലനെ നിയമിക്കുന്നത്. പന്തിരുവരിൽ എത്ര പേർക്ക് അറിയാം ക്രൂസിൽ എന്താ നടന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കാലഘട്ടത്തിലെ പത്രോസ് അപ്പോസ്തലനും മറ്റു പന്തിരുവരും കൂടെ നടക്കുന്നത്? അവർക്ക് ആർക്കെങ്കിലും അറിയാമോ ക്രൂസിൽ എന്താ നടന്നതെന്നുള്ളതിനെ കുറിച്ച്? അവരാരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ക്രൂസിൽ നടന്നെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയാമെന്നുള്ളത്? അവർക്ക് ആർക്കും തന്നെ അറിയത്തില്ല. ക്രൂസിന്റെ തലേദിവസവും പത്രോസ് അപ്പോസ്തലൻ പറയുന്ന, കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ. കർത്താവ് അവരോട് വെളിപ്പെടുത്താൻ തുടങ്ങി വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന്. അപ്പോഴെങ്കിലും അവർക്ക് അതൊന്ന് സ്ട്രൈക്ക് ചെയ്യണം. അവർക്ക് ക്രൂസിനെ കുറിച്ച് എന്താ ഞാൻ പറയുക, ABCD അറിയത്തില്ല. ഒരു വാക്യം മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18:31 മുതൽ 34 വരെ. അവർ പറയാണ്, അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, കണ്ടോ, കർത്താവ് പന്തിരുവരോട് പറഞ്ഞു തുടങ്ങുക, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും, ഇവിടെ കാര്യങ്ങൾ നിറവേറാൻ പോവുകയാണെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുക. അവരോട് പറയുക. 32, അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും, അതാ റോമൻ പട്ടാളത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവനെ പരിഹസിച്ച്, അപമാനിച്ച്, തുപ്പി, തല്ലിയിട്ട് കൊല്ലും. ഇതെല്ലാം കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കർത്താവ് അവരോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പായിട്ട്. അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ക്രിസ്ത്യാനിറ്റി ഇതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. തുള്ളിച്ചാടി സന്തോഷിക്കേണ്ടത്. ഇവിടെ പത്രോസ് പറയുകയാണ്, അവര് അതൊന്നും ഗ്രഹിച്ചില്ല, അവർക്ക് ഇതൊന്നും മനസ്സിലായില്ല കർത്താവ് എന്തായി പറയുന്നത്. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല. ഇതാണ് അവരുടെ അവസ്ഥ. ഇത് ക്രൂശീകരണത്തിന്റെ തലേദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ഒരു അല്പം പാടുണ്ടെങ്കിലും അതാണ് വാസ്തവം. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ വിളി ഇതിലല്ല. അവരുടെ പിതാക്കന്മാരുടെ മുതലേ കൽപ്പനകളും പ്രമാണങ്ങളും പരിച്ഛേദനയും പൗരോഹിത്യവും ഒക്കെ ആയിട്ട് നിറയെ കാര്യങ്ങൾ അവർക്ക് നീതീകരണത്തിനായി കൊടുത്തിരിക്കുക. അതിൽ വിശ്വസിച്ചാൽ മതി അവർ രക്ഷിക്കപ്പെടാനായിട്ട്. അത് ഇതിനു ശേഷവും അവർ ആ കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടായിരിക്കുന്നെങ്കിൽ പിറ്റേ ദിവസം അവർ തിബരിയാസ് കടലിൽ മീൻ പിടിക്കാൻ പോയില്ല രാത്രി മുഴുവനും. അവിടെ ഒരു ഉപവാസമൊക്കെ നിയമിച്ച് അവരിലവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കേണ്ട ആൾക്കാരാണ്. തലേദിവസം പഴയ വലയും വെള്ളം മുക്കിയ കഴിഞ്ഞ 3.5 വർഷമായിട്ട് എടുത്തിട്ടുള്ളതാണ്. അതൊക്കെ തപ്പിയെടുത്ത് പൊടിയൊക്കെ തട്ടി അതുകൊണ്ട് കടലിൽ പോയേക്കാം. കർത്താവ് പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പഴയ പണി ആരംഭിച്ചിരിക്കുക. ഇതാണ് അവർക്കുണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനല്ല. പൗലോസ് അപ്പോസ്തലൻ എന്താണ് ദൈവം വിളിച്ചിരിക്കുന്നത്? ഞാൻ റോമാലേഖനത്തിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളെ അതിന്റെ ബേസ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹമാകുന്ന ഈ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
ഇവിടെ കണ്ടില്ലയോ, പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ചിരിക്കുന്നു. 1 തിമോത്തി 1:15-16 എനിക്ക് വായിക്കേണ്ടത്. എന്നാൽ 15ന്റെ ആ ലാസ്റ്റ് ഭാഗം ഒന്ന് ഞാൻ കാണിക്കും. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്ന ലൈൻ കണ്ടോ? പോൾ പറയുക, തിമോത്തിയോസിനോട് പറയുമ്പോൾ 1-ാമത്തെ അധ്യായം 1 തിമോത്തി 1-ാമത്തെ ലേഖനം അതിന്റെ 1:15 പറയുക, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്താ പോളെ പറയുന്നത്? താങ്കളെക്കാൾ വലിയ പാപികൾ എത്രയോ പേരുണ്ട്, താങ്കൾ എന്ത് പാപമാ ചെയ്തേ? പോൾ പറയുന്നുണ്ടല്ലോ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. This is faithful saying. And ലാസ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ്, of whom I am the chief. I am the chief of all those sinners എന്ന് പോൾ പറയുക. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളാണ് ഈ പരിശുദ്ധാത്മാവിനെതിരെ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലാനായിട്ടുള്ള ഉത്തരവിടുന്നത്. അതാണ് ശരിക്കും ഇസ്രായേലിനെ കൈവിടാനുണ്ടായിരുന്ന അവസാനത്തെ ട്രിഗർ. അവർ നല്ലവരായിട്ടല്ല, അവർ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മുതലേ അതിനെതിരാണ്. സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, 12 അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കൾമിനേറ്റ് ചെയ്യുന്നത്, അതിന്റെ പാരമ്യത്തിൽ എത്തുന്നത് ഈ സ്തേഫാനോസിനെ, പരിശുദ്ധാത്മ പൂർണ്ണനായിരിക്കുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാ ചെയ്യുന്നത്. എന്നിട്ടും യേശുക്രിസ്തു, 16-ാമത്തെ വാക്യം കണ്ടോ, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഞാനാണ് ഇതിന്റെ ഒന്നാമൻ എന്ന് പോൾ പറയുക. എന്നെ ഒരു പാറ്റേൺ ആയിട്ട്, അതായത് ഇനിയും രക്ഷിക്കപ്പെടാനുള്ളവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയുന്ന ഒരു പാറ്റേൺ. ഹൗ ബി ഇറ്റ് ഫോർ ദോസ് this cause I obtained mercy, that in me first Jesus Christ might show forth all long suffering for a pattern to them which should hereafter believe on him to life everlasting. ആ പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യം ഒരു സംഗതി ഉണ്ടാക്കുന്നതിന്റെ മോഡലാണ്. പോളിനെ അതിന്റെ മാതൃകയായിട്ട് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞ് പാപം ചെയ്ത പോളിനെ ദൈവം വീണ്ടെടുത്തുകൊണ്ട് ഒരു കൃപായുഗം, ഒരു പാറ്റേൺ ആയിട്ട് പോളിനെ വെച്ചുകൊണ്ട് ഒരു ഡിസ്പെൻസേഷൻ, ഒരു ഓഫ് ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ആരംഭിക്കുക. ഇതിനുവേണ്ടി പോളിനെ വിളിച്ചിരിക്കുക. ഇന്ന് ക്രിസ്ത്യാനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് വട്ടാന്നേ പറയത്തുള്ളൂ. കാര്യം അവർ ഈ കാര്യങ്ങളെ അവരെ പഠിപ്പിച്ചിട്ടില്ല, അവർക്ക് അറിയില്ല, അവരെ പഠിപ്പിച്ച ആൾക്കാർക്കും ഇത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ when you preach Pauline gospel, this world will not accept you. അവർ നിങ്ങളെ അംഗീകരിക്കത്തില്ല. കാരണം ഇതിനെതിരെ നിൽക്കുന്നവൻ അന്ധകാരത്തിന്റെ ലോകാധിപതിയാണ്. അവനിവിടെ വേറൊരു സുവിശേഷവും വേറൊരു യേശുവിനെ ഇറക്കിയിരിക്കുക. വേറൊരു ആത്മാവിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ അവനിവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അവർ കുറെ നേരത്തെ ഇറങ്ങി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരിപ്പം നമ്മളോട് പറയുകയാണ്, നമ്മള് എന്തോ വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ, എന്റെ ആയിരുന്നു വീട്, പക്ഷെ എന്റെ വീട്ടിൽ കുറെ കള്ളന്മാര് കയറി താമസിക്കുക. ഞാൻ വീടിന്റെ പടിക്ക് കഴിഞ്ഞപ്പോ കള്ളന്മാർ എന്നോട് പറയുകയാണതാ അവൻ കള്ളനാണ് എന്ന് പറഞ്ഞതുപോലാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ കള്ളന്മാരെല്ലാം അവിടെ ആദ്യമേ കയറി താമസിച്ചേക്കുക. അവർ കുറെ നേരത്തെ കയറി എന്നുള്ളതേ ഉള്ളൂ ഈ വ്യത്യാസം. വേറൊരു യേശുവിനെ അവർ പ്രചരിപ്പിച്ചിരിക്കുക. അത് എന്തുകൊണ്ട് അത് മാറ്റാൻ പറ്റാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കുന്നവൻ ശക്തിമാനാണ്. നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. ഇവിടെ കണ്ടില്ലേ, ഞാനൊരു വാക്യം കൂടെ കാണിക്കാം. ഇവിടെ കർത്താവ് പോൾ അവരോട് പറയുന്നുണ്ടോ, പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. എന്തിനാ പോൾ അപ്പോസ്തലനായ പൗലോസെ അങ്ങനെ ഇത്രയും വലിയ ഇത് പിടിക്കുന്നത്? നമ്മള് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയല്ല, പിന്നെ എന്തിനാണ് ഈ പ്രശ്നം? നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവൻ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയ. അവൻ എന്തും ചെയ്യാൻ പറ്റും. അവൻ യേശു ക്രിസ്തുവിനെ വരെ പരീക്ഷിക്കുവാൻ മാത്രം, ഗബ്രിയേലിനെ മിഖായേലിനെ തടഞ്ഞു നിർത്തുവാൻ മാത്രം കഴിവുള്ളവനാ സാത്താൻ. അവനെ ഒന്നും വെട്ടിക്കളഞ്ഞു, അവന് ശക്തിയില്ല, അവന്റെ കുതികാല് വെട്ടി, അവനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും വിചാരിക്കല്ലേ. കർത്താവാ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഈ ശക്തിയിലാണ് നമ്മൾ ഇത് പിടിച്ചു നിൽക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ അവന്റെ ശക്തിയിൽ നമ്മളെ, അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ ബലപ്പെടുത്തിയിരിക്കുക. അടുത്ത വാക്യം കണ്ടില്ലേ? അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ ശക്തിയിൽ ആശ്രയിക്കാൻ പറയുക. അടുത്ത വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലയോ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. ചുമ്മാ ഒരു ഉഴപ്പം മട്ടിൽ നടക്കരുത്, നിങ്ങളെ അവൻ കീഴ്പ്പെടുത്തി കളയും. അതുകൊണ്ട് ഒരു പട്ടാളക്കാരൻ നടക്കുന്ന മാതിരി സർവായുധ വർഗം ധരിച്ചു വേണം നമ്മളായിരിക്കാനെന്ന് പറയുക. അടുത്ത വാക്യം കണ്ടില്ലേ? അവിടെ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇവിടെ ഒരു മനുഷ്യനോടുമല്ല നമുക്ക് പോരാട്ടമുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടും. സാത്താന്റെ ലീഡേഴ്സാണ്, നേതാക്കന്മാരാണ്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്.
ഇതെല്ലാം പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വലിയ ശക്തിയാണ്. അവനെ നമുക്ക് നിസ്സാരമായിട്ട് കണ്ടാൽ അവൻ നമ്മളെ തോൽപ്പിക്കും. അങ്ങനെയാണ് ഇന്ന് 99% ക്രിസ്ത്യാനികളെയും അവന്റെ വരുതിയിൽ അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ആശ്രയിപ്പീൻ, സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. മനസ്സിലായോ? ഈ അന്ധകാരം, ഈ ലോകത്തിന്റെ അധിപതി അവനാ. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒരു പൊളൈൻ ഗോസ്പൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്രൂശിനെതിരായിട്ട് തലയും അരയും മുറുകി ഇറങ്ങിയിരിക്കുക. അവൻ ഓൾറെഡി ഒരു അബദ്ധം പറ്റി അവന്റെ അന്ത്യം കുറിച്ചിരിക്കുക. ഇനി രണ്ടാമതൊരു അബദ്ധം കൂടെ പറ്റാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ ചെയ്യാവുന്നത് മാക്സിമം ചെയ്ത് ഒരു കൗൺസിൽ കൂടി ഒരെഴുത്തെഴുതി ഈ വേറൊരു സുവിശേഷം ഇവിടെ പ്രസംഗിക്കലെന്ന് പറഞ്ഞാൽ അവൻ 7 കൗൺസിൽ കൂടി 7 എന്താ പറയുന്നത് എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്ന കൗൺസിലുകൾ കൂടി പിതാക്കന്മാരെയൊക്കെ നിശ്ചയിച്ച് രാജാവിനെ ചക്രവർത്തിയൊക്കെ അതിന്റെ മേലാളന്മാരാക്കി അവനിവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൽ നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് കൃപയിൽ ആശ്രയിക്കാതെ പരിശുദ്ധ ആത്മാവിനാൽ ഈ സത്യം മനസ്സിലാക്കാതെ ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല. തിരിച്ചു വരാം നമുക്ക്. ഞാൻ ആ വിഷയത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോൾ എന്ന വാക്ക്, പോൾ എന്നാണ് നമ്മൾ കാണുന്നത്. പോൾ എന്ന വാക്ക്, ഞാൻ പോളിനെ ഉയർത്തുകയല്ല പ്ലീസ്. ഒത്തിരി പേര് പറയാറുണ്ട് നിങ്ങൾ പോളിനെ ആരാധിക്കുന്നവരാണ്. പോളിനെ എന്നെക്കാട്ടിലോ എന്റെ ഏതെങ്കിലും ഒരു എന്റെ കൂട്ടുള്ള ഒരു സഹോദരനെക്കാട്ടിലോ ഒട്ടും പ്രത്യേകത ഞാൻ കാണുന്നില്ല പോളിൽ. കർത്താവ് അപ്പോസ്തലനായിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്ന അതേ പോളിന്റെ അധികാരവും അതേ സെയിം പദവിയായി എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്നത്. പോളിന് ഒരു പ്രത്യേകതയല്ല. നമ്മൾ ഒരിക്കലും പോളിനെ ആരാധിക്കുന്നവരല്ല. ഇസ്രായേൽ ജനം ഒരിക്കൽ പോലും മോശയെ ആരാധിച്ചിട്ടില്ല. മോശയാണ് അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്തത്. കർത്താവ് ദൈവം മോശയോട് പറയുക, നീ അവരുടെ മുന്നിൽ വെച്ച് വരണം, കയറി വരണം. അവർ നിന്നെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകണം ഞാൻ നിന്നോട് സംസാരിക്കുന്നു, ഞാൻ തരുന്ന കൽപ്പനയാണ് നീ അവരോട് പറയുന്നത് അവർ കാണണം എന്നൊക്കെ കർത്താവ് തന്നെ പറഞ്ഞ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് മോശ എത്ര പേരെ ആരാധിച്ചിട്ടുണ്ട്? അത്രയും പോലും നമ്മൾ പൗലോസ് അപ്പോസ്തലനെ ആരാധിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കൽ. നമ്മുടെ ആരാധന കർത്താവ് കാൽവറിയിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഒരു പോളിലുമല്ല. പോളിലൂടെ നമ്മൾ ഈ സുവിശേഷം അറിയിച്ചത് കൊണ്ട് ഞാൻ കർത്താവിനെ പിൻചെല്ലുന്നുണ്ട്, നിങ്ങൾ എന്നെ പിന്തുടരാൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ നമ്മൾ പോളിനെ പറയുന്നത് പോളിലൂടെ നമ്മളെ അറിയിച്ച സുവിശേഷത്തിന്റെ മഹത്വം കാരണം, അല്ലാതെ പോളിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. പോൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ചെറിയവൻ അല്ലെങ്കിൽ എളിയവൻ, സ്മോൾ അല്ലെങ്കിൽ നോബിൾ എന്നാണ് പോൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഈ സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ അതുപോലെ തന്നെ ചെറിയവരായിരിക്കും. ഒട്ടും നമ്മൾ വലിയവരാകും എന്ന് പ്രതീക്ഷിക്കരുത്. താങ്കളുടെ ചർച്ചും ചെറിയതായിരിക്കും, താങ്കളുടെ എല്ലാ പ്രസ്ഥാനവും ചെറുതായിരിക്കും. കാര്യം നമ്മുടെ ബേസിക്സ് ഇതാണ്. ഈ ഒരു മെഗാ ചർച്ചിന്റെ ഒരു സെറ്റപ്പ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. അതൊന്നും നമ്മുടെ ക്രിസ്തീയ മാർഗമല്ല. ഞാൻ ഈ പ്രാവശ്യം നാട്ടിലായിരുന്നപ്പം നിരന്തരം കോഴഞ്ചേരി, കോട്ടയം പോകുന്നുണ്ട്. അത് ഒത്തിരി പള്ളി പെരുന്നാളുകൾ കാണുവാനായിട്ടിടയായി. റാസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന്റെ മേലെയാണ് റാസ. അതിനകത്തിൽ പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും അസുഖമുള്ളവരും വടിയും കുത്തി നടക്കുന്നവരും ഒക്കെ ഉണ്ടെന്നുള്ളൂ. അങ്ങനെ റാസ അത് രാത്രിയിലൊക്കെയാണ്. പാട്ടും ബഹളവും എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അറിയാമോ? ക്ലിയർലി വേറൊരു സുവിശേഷം, വേറൊരു യേശുവിനെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത കൊടി കുത്തി വാണുകൊണ്ടിരിക്കുക. ഇവർക്കൊന്നും ഈ സത്യം എന്താണെന്നേ അറിയത്തില്ല. കർത്താവിന്റെ വരവായാൽ അതുപോലെ നിത്യം നരകാഗ്നിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുക. കൈ ഉയർത്തി ഞാൻ കാറിലിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോവുക ചെയ്തത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്കല്ലാതെ? ഈ സത്യം അറിയാതെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ യൂട്യൂബിലൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് വിരോധമോ ചിലപ്പോൾ ദേഷ്യമോ ഒക്കെ തോന്നിയിരിക്കാം. സ്നേഹിത, എനിക്കൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് താങ്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി നിത്യ നരകാഗ്നിയിൽ, അത് നിത്യമാണ്. കുറെ നാൾ കഴിയുമ്പോൾ ഒരു ബ്രേക്ക് കിട്ടി താങ്കളേക്ക് തിരിച്ചു വരുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും പറയത്തില്ലായിരുന്നു. നിത്യ നരകാഗ്നിയിലേക്കാ പോകുന്നത്. ഇന്ന് ട്രാജഡി എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള മാർഗം ഇവിടെ തുറന്നിരിക്കുക. അതിലെ വിശ്വാസത്താൽ ഈ മീറ്റിംഗിൽ ഇത് കഴിയുന്നതിന് മുമ്പ് താങ്കൾ രക്ഷിക്കപ്പെടുക. അത് വിട്ടിട്ടാണ് ഈ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് നിത്യ നരകാഗ്നിയിൽ എന്റെ പാകുന്നത്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ റോമാലേഖനത്തിലേക്ക് വരികയാണ്. അധികം സമയം മറ്റുള്ള കാര്യങ്ങളിൽ പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒന്നാമത്തെ എന്താ പറയുന്നത്
ഈ അധ്യായം നമുക്ക് തുടങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ ബേസിക്സ് ആയിട്ട് നമ്മൾ ഉറച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു, പോൾ എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ. പോൾ എന്നുള്ള വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചത്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ അവിടെ പറയുകയാണ്, വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ, പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ഒത്തിരി പേരെ കൺഫ്യൂസ് ആക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഒരു വാക്യവുമാണത്. ഇത് പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തിരുന്ന സുവിശേഷമാണോ? ഈ കഴിഞ്ഞിടയില് എൽദോ ബ്രദറും ഡോക്ടർ ചെറിയാൻ കുര്യനും കൂടെ ചേർന്നിരുന്നുള്ള ഒരു എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ട്. അതിൽ എൽദോ ബ്രദർ അതിന് വളരെ ക്ലിയർ ആയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അത് നിങ്ങൾ കാണുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് അതിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന രീതിയാണ് പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി പറഞ്ഞിരുന്ന സുവിശേഷമാണോ ഇത് എന്നുള്ളത്. ശരിക്കും ഈ സുവിശേഷം എന്ന് ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്നുള്ളതാണ് സുവിശേഷം. അതാണ് മശിഹ, രക്ഷകൻ ലോകത്തിലേക്ക് വരും എന്നുള്ള സുവിശേഷം. ഇത് മുമ്പ് കൂട്ടി പ്രവാചകന്മാർ പറഞ്ഞിരുന്ന കാര്യമാണ്. ഉൽപ്പത്തി മുതല് കർത്താവ് വരുന്ന മലാഖി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. ലോകത്തിലേക്ക് വരുമെന്നും ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തുമെന്നും എല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക പ്രവാചകന്മാർ. ഒത്തിരി റെഫറൻസുകൾ വേണമെങ്കിൽ കാണിക്കാം, പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യത്തിൽ കർത്താവിന്റെ മുമ്പിൽ പരീശന്മാർ നിന്ന് കർത്താവിനെ വിസ്തരിക്കുമ്പോൾ കർത്താവ് തന്നെ അവരോട് ചോദിക്കുക, അവരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, പ്രവാചക പുസ്തകത്തിൽ നിങ്ങൾ യു സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്, നിങ്ങൾ തിരുവചനത്തെ പരിശോധിച്ച് നോക്കുക, അതിൽ ഉടനീളം എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവ് വായ്മൊഴിയായിട്ട് അവരോട് പറയുക, നിങ്ങൾ എന്നിട്ടും എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാൻ വരുമെന്നും മശിഹ ലോകത്തിൽ വരുമെന്നും ഒക്കെയുള്ളത് പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിരിക്കുക. അവൻ ഈശായിയുടെ വേരിൽ നിന്നും ദാവീദിന്റെ കുലത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഈ ലോകത്തിലേക്ക് വരും. അവൻ രാജാതിരാജാവായിട്ട് വരും. ഒരു രാജാവ് നീതിയോടെ നിത്യം വാഴും. ഇതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പക്ഷെന്നുണ്ടെങ്കിൽ അവരിലൂടെ എന്തെല്ലാം നിറവേറും, അന്ന് വരെ നിറവേറിയിരിക്കുന്ന കാര്യങ്ങൾ, നിറവേറാനുള്ള കാര്യങ്ങൾ അവരിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം അവർക്കെല്ലാം മറച്ചു വെച്ചിരുന്ന ഒരു സുവിശേഷമുണ്ട്. ഒരു പ്രവാചകനും ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അവരുടെ കണ്ണിന് മറഞ്ഞിരുന്ന ഒരു സുവിശേഷമുണ്ട്. ഉലക സ്ഥാപനം മുതൽ മറച്ചു വെച്ചിരുന്ന ഒരു സുവിശേഷമുണ്ട്. അത് കർത്താവിന്റെ വരവിന് ശേഷം നടക്കേണ്ടുന്ന കാര്യമാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്നത് സ്ഥാപിക്കും. കാൽവറിയിലൂടെ ആ മരക്കുരിശിൽ കർത്താവിന്റെ ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റിലൂടെ അത് നിറവേറും. പക്ഷെന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്ത് നടക്കും എന്നുള്ളത് അവരോട് പറഞ്ഞിരുന്നില്ല. അത് വെളിപ്പെടുത്താതിരുന്ന ഒരു സുവിശേഷമുണ്ട്. അതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ സുവിശേഷം പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്നുള്ള സുവിശേഷമാണ്. എന്നാൽ വന്നതിന് ശേഷം ഇവിടെ എന്ത് നടക്കുമെന്നുള്ള എല്ലാ വിവരങ്ങളും എല്ലാ പ്രവാചകന്മാരെയും അറിയിച്ചിരുന്നില്ല. ഈ കാര്യം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒരു മനുഷ്യൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഒരു രക്ഷാ പദ്ധതിയുണ്ട്. നമുക്കോ അത് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെട്ട് വന്നിരിക്കുക. ഇവിടെ ഒരു മനുഷ്യനും അറിയാൻ കഴിയാതിരുന്ന ഒരു സുവിശേഷം ദൈവം ഒരുക്കിയിരുന്നു. അതാണ് റോമാലേഖനത്തിൽ കൂടി അതിന്റെ വക്താവായിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ അത് അറിയിക്കുവാനാ ദൈവം ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഈ റോമാലേഖനത്തിന്റെ തന്നെ 16-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുകയാണ്, റോമാലേഖനം 16-ാം അധ്യായം 24-25, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട്. ഇവിടെ ഒരു മനുഷ്യർക്കും ഇത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. കാര്യം ദൈവം മറച്ചു വെച്ചിരുന്നതാണ്. ഉലക സ്ഥാപനത്തിന് മുൻപേ അത് മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, ഇപ്പോൾ വെളിപ്പെട്ടു വന്നത് നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ. ഈ പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ എന്ന് പറയുന്നത് കർത്താവ് വരുമെന്നുള്ളതാണ്.
വന്ന് എന്ത് നിവർത്തിക്കും എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞിരിക്കുന്നത് പറയാതിരിക്കാൻ കാര്യം ദൈവം അത് മറച്ചു വെച്ചിരുന്നതാണ്. അറിയിച്ചിരിക്കുന്ന മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷം ആ മറച്ചു വെച്ചിരുന്ന മർമ്മമാണ്. അതിനെയാണ് മിസ്റ്ററി അല്ലെങ്കിൽ മറഞ്ഞിരുന്ന ദൈവിക മർമ്മം, ദൈവിക ഉദ്ദേശങ്ങൾ. ചിലതൊക്കെ ദൈവം മറച്ചു വെച്ചിരുന്നതിനെയാണ് മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. അനുസരണത്തിനുള്ള എന്റെ സുവിശേഷം, ഞാൻ പറയുന്നത് ആ സുവിശേഷമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രസംഗത്തിന് ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന. ഇംഗ്ലീഷിൽ കണ്ടില്ലയോ, നൗ ടു ഹിം ദാറ്റ് ഈസ് ഓഫ് പവർ ടു എസ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. അതായത് വെളിപ്പെടാനിരുന്ന മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായിട്ടുള്ള അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. ഉലക സ്ഥാപനം മുതലേ അത് മറച്ചു വെച്ചിരുന്ന ഒരു സുവിശേഷമാണ്. ഇവിടെ ഒരു സുവിശേഷമുണ്ട്. കർത്താവ് ഈ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി, പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് വരുമെന്നുള്ള ഉൽപ്പത്തിയിലെ ഏതൻ തോട്ടം മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതാണ് പോൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് മുൻപ് കൂട്ടി പറഞ്ഞിരുന്ന സുവിശേഷത്തിനായിക്കൊണ്ട് എന്ന് പോൾ ഇവിടെ പറയുന്നത്. അതിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ. വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ, മനസ്സിലായ ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സുവിശേഷം. അത് അതിലേക്ക് വന്നു കഴിഞ്ഞാല് എന്താണ് ആ സുവിശേഷം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് സുവിശേഷം പോൾ പുതുതായിട്ട് പറഞ്ഞത് എന്ന് നോക്കാം. ആ സുവിശേഷം എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഞാൻ ഒന്നുകൂടെ കാണിക്കുക. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ്. പോള് പറഞ്ഞിരിക്കുന്ന സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിലേക്ക് പോണ്ട, റോമാലേഖനം തന്നെ 3:25 കാണിക്കാം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. അവിടെ പറയുക, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലാതെ ഇന്ന് വേറൊരു വിധത്തിലും വേറൊരു വിഷയത്തിലും ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമ്മൾ ഈ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അതിന്റെ അടുത്ത തലങ്ങളൊക്കെ വിവരിക്കാം. അതൊരു വലിയ വാക്യമാണ്. നമ്മൾ അതിലേക്കൊക്കെ വരുമ്പോഴത്തേന് ഞാൻ അതിനെ കൂടുതലായിട്ട് വിവരിക്കാം. ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പോൾ അതിനെ കുറെ കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുന്നത് കാണിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഈ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായമാണ്. അതില് ഓൾമോസ്റ്റ് അവസാന ഭാഗമാണ്. അവിടെ ഒരു ഡിസ്പ്യൂട്ട് നടക്കുക, പുനരുദ്ധാനം ഇല്ല എന്നൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നിടത്ത് പോൾ കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ഇതാണ് അവരുടെ ഉപദേശം, ഇതാണ് അവരുടെ സുവിശേഷം തന്നെ. പോൾ പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും, മനസ്സിലായോ? ഇതാണ് എന്നിൽ നിന്ന് ലഭിച്ചത്. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത് ഇതാ, നിങ്ങൾക്ക് ലഭിച്ചത് ഇതാ, നിങ്ങൾ നിൽക്കുന്നത് ഇതില്ല. എന്താ അത്? നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇതാണ് സുവിശേഷം. പോളിന്റെ 3 വർഷത്തെ 3 മിഷണറി യാത്രയുടെ 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ ഇരുന്ന് കൊരിന്ത്യർക്ക് എഴുതുക. അന്നേരം അവരോട് പറയുന്ന ഭാഗമായി, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരിക നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. അതെന്തുവാ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് നിങ്ങൾ കാത്തിരുന്ന് നിങ്ങള് കൽപ്പനകൾ അനുസരിച്ച്, അതാണോ സുവിശേഷം? നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അതെന്താ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ സുവിശേഷം. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മുടെ സുവിശേഷം. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇതാ പോളിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. പോൾ പറഞ്ഞ സുവിശേഷം കർത്താവിന്റെ ക്രൂശിന്റെ മഹത്വവും അതിലൂടെ നിവർത്തിച്ച രക്ഷയുമാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച കാര്യമാണ് പോൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ് ഗ്ലോറിയസ് ട്രയംഫ് ഇൻ ഡിഫീറ്റിംഗ് സാത്താൻ. സാത്താനെ തോൽപ്പിക്കുന്ന വിഷയത്തിലെ ദൈവത്തിന്റെ ആ ഒരു വിക്ടോറിയസ് ട്രയംഫ്, ഗ്ലോറിയസ് ട്രയംഫ്, അതിനെയാണ് ഈ ലേഖനങ്ങൾ കൂടെ നമ്മളെ അറിയിക്കുന്നത്. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചു എന്നുള്ള സദ്വർത്തമാനമാണ്. നല്ല പാപവും നമ്മളോട് ക്ഷമിച്ചു.
ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത്. 2 കൊരിന്ത്യൻസ് 4 അധ്യായം 3-4 വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം. ഗ്ലോറിയസ് ഗോസ്പൽ, ആ തേജസ്സുള്ള സുവിശേഷം. 1 തീമോഥെയോസ് 1:11 നോക്കിയാലും നമുക്ക് കാണാം ആ തേജസ്സുള്ള സുവിശേഷം. കർത്താവിന്റെ ആ ഗ്ലോറിയസ് ട്രയംഫ് സാത്താനെ എന്നേക്കുമായിട്ട് പരാജിതനാക്കി, അവന്റെ ആ പദ്ധതിയിന്മേൽ നിന്ന് അവനെ പരാജിതനാക്കി നമ്മെ എന്നേക്കുമായിട്ട് വീണ്ടെടുക്കുന്ന ആ സുവിശേഷമാണ്. റോമാലേഖനത്തിലാണ് അത് പറയുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിലോ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം അതെല്ലാം മറച്ചു വെച്ചിരുന്ന സ്വർഗീയ സത്യങ്ങളാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിലെ വിശ്വാസത്താൽ നീതീകരണം, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അവന്റെ സന്നിധിയിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ആരെങ്കിലും ഇത് പറഞ്ഞാൽ അവനെ എറിഞ്ഞു കൊല്ലും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ ആരെങ്കിലും ഇത് പറയാമെന്നുണ്ടെങ്കിൽ അവനെ ജീവനോട് നിർത്തി കൊല്ലും. ക്രിസ്തുവിന്റെ സുവിശേഷത്തിലെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ന്യായപ്രമാണത്തിലെ വള്ളിപുള്ളി വിടാതെ എന്താ പറയുന്നത്, കടുകിന് വരെ പതാരം കൊടുത്തോണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനൊന്നുമില്ല, ജാതിയൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അവിടെ പോയി. എന്നാൽ റോമാലേഖനത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്നത് അതാണ്. ഇവിടെ ജാതിയൊന്നുമില്ല, യഹൂദനൊന്നുമില്ല. അവിടെ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കത്തില്ല ശമരിയരുടെ എന്ന് പോലും. ജാതികളുടെ കാര്യം പിന്നെ വിടുക, അവർ അറ്റ്ലീസ്റ്റ് ഹാഫ് യഹൂദന്മാര്. അവരുടെ ദേശത്തോട് പോലും ക്രോസ് നടന്നു പോകത്തില്ല. അത്ര വ്യത്യാസമാണ്. അവന്റെ വീട്ടിൽ പോകത്തില്ല, അവരോട് സംസർഗം പാടില്ല. അവിടെ പറയുന്നത് യഹൂദനെന്നും ജാതിയൊന്നും ഒരു വ്യത്യാസവുമില്ല. വിശ്വസിക്കുന്നവരെ പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെടുത്തുക. ഇത് പഴയ നിയമത്തിലും മത്തായി, മർക്കോസിലും ഒക്കെ നടക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്നിരുന്നത് രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും മേൽ ചില ഒക്കേഷനുകൾക്ക് വേണ്ടി മാത്രം ദൈവം അയച്ചിരുന്നത്. ഇവിടെ നമ്മളെ സ്നാനപ്പെടുത്തി, പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി ക്രിസ്തുവിനോട് ചേർക്കുക. വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മ സ്നാനത്താൽ യഹൂദനും ജാതിയും ഏക ശരീരസ്ഥരായി ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായി മാറുക. whether we be Jews or Gentiles, whether we be bond or free, we are all baptized into one body എന്ന് പറയുക. ചിന്തിക്കാവുന്ന കാര്യങ്ങളാണോ ഇതിനു മുമ്പുള്ളത്? ഇതെല്ലാം റോമാലേഖനത്തിൽ കൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് തൽക്കാലം നിർത്തുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ 17ാമത്തെ വാക്യം വരെ പോകണമെന്ന് വിചാരിച്ചതാണ്. നമുക്ക് 1ാമത്തെ 2ാമത്തെ വാക്യത്തിൽ എത്താനേ കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അല്പം കൂടെ സ്പീഡ് കൂട്ടാം. എന്നാലും കാതലായിട്ടുള്ള വിഷയങ്ങൾ വിട്ടുപോകാതെയും ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെയും ഇരിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുക. ഒരു വലിയ കാൽക്കുലേഷൻ, വഴികണക്കൊക്കെ എഴുതി നമ്മൾ ചെയ്തു വരേണ്ട ഒരു കാൽക്കുലേഷൻ, ഒരു കണക്കാണ്. അതിന്റെ 1ാമത്തെ ലൈൻ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി, അതിന്റെ ആ വാല്യൂസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇട്ടു. 2ാമത്തെ ലൈനിലും കറക്റ്റ് ആയിട്ട് എഴുതി. പക്ഷെ അതിന്റെ വാല്യൂസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. 15 ഇടേണ്ട അടുത്ത് 85 ആയിട്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞ് 3ാമത്തെ ലൈനിൽ വന്നു. ആ 3ാമത്തെ ലൈൻ മുതൽ പിന്നെ തെറ്റി തുടങ്ങും കാര്യങ്ങൾ. 4ാമത്തെ ലൈനിൽ എഴുതിയ തെറ്റ്, 3 തെറ്റ്, 4 തെറ്റ്, 5 തെറ്റ്, ആ പേപ്പർ മുഴുവനും തെറ്റിപ്പോകും. അതിന്റെ അവസാനത്തെ ആൻസർ വരുമ്പോൾ പൊട്ട തെറ്റായി പോകും. പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ ലൈനിൽ 15 എന്ന് വരേണ്ടടുത്ത് നമ്മൾ 85 ഇട്ടു. ആ ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ വന്നതുകൊണ്ട് പിന്നെ താപ്പോട്ട് മുഴുവനും തെറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആരുടെയും കുഴപ്പമില്ല. നമ്മൾ വേണം ചോദിക്കാൻ, കറക്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തു പോകുന്നത്, ഇത് കമ്പ്യൂട്ടറിൽ അടിച്ചതാണ്, ഇത് ഒരു പ്രയാസമൊന്നുമില്ല, ഇതെല്ലാം കറക്റ്റ് ആണ്. പക്ഷെ എങ്കിൽ ഒരു വാല്യൂ തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കണക്കും എങ്ങനെ തെറ്റിയോ, അതിന്റെ ആൻസർ ഫൈനലി എങ്ങനെ പൊട്ട തെറ്റായി പോയോ എന്ന പോലെ ഇന്ന് ക്രിസ്ത്യാനിറ്റി ആയിരിക്കും. ആ തുടക്കത്തിലെ തന്നെ അതിനെ തെറ്റിലേക്ക് നയിച്ചു കളഞ്ഞു. ആ തെറ്റിൽ ഇന്ന് പിന്നെ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ വിശ്വാസം, നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ച പോലാണല്ലോ പോകുന്നത്. ഓഫ് കോഴ്സ് അവർ പഠിപ്പിച്ച പോലെ പോകുന്നത്. പക്ഷെ ഇതിന്റെ അവസാനത്തെ ആൻസർ എന്ന് പറയുന്ന ഒരു വലിയ തെറ്റാ, ഒരു വലിയ പൊട്ടത്തെറ്റും ഇത് വലിച്ചു കയറി നിത്യ തീയിലിടാൻ പോവുക. അത് മനസ്സിലാക്കുവാൻ ഈ റോമാലേഖനത്തിന്റെ പഠനമെങ്കിലും ജനത്തെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് നോട്ട് ചെയ്തിരുന്നെങ്കിലും അതിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് വിഷയങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പറഞ്ഞു തുടങ്ങിയത് പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തെ കുറിച്ചും ആ സുവിശേഷം എന്താണെന്നുമാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്തത്. അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ
ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ, യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്നൊക്കെയുള്ള വിഷയം എന്താണെന്ന് ചിന്തിച്ച് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആധികാരികമായിട്ട് പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ അവസാനിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ.